ഹായ് അസ്സലാമലൈക്കും. ഇപ്പൊ കൊണ്ടതല്ലേ പോലെ പോയിക്കോളി എന്റെ കൂടെ. ഹായ് അസ്സലാമലൈക്കും. ആകരുത് കേട്ടാ. എനിക്ക് ലാലുവിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താന്ന് ഞാൻ പറഞ്ഞുതരാട്ടാ. അപ്പൊ ആദ്യം ആരാ? ഞാൻ എന്താ പറയാ, നല്ലതാകാത്തത് ആദ്യം പറയണ്ട്. നല്ലത് അറിയാതെ ആകാത്ത പറയണ. ആകെ ഞങ്ങൾക്കുള്ളത് ആകാത്ത സ്വഭാവമാണ് പറയണ. നല്ല സ്വഭാവം പറയാൻ മാത്രം നല്ല സ്വഭാവം എന്തെങ്കിലും കാണോ ചെറിയ. ഹായ് അസ്സലാമലൈക്കും. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാല്, ലാലുവിന് എന്നെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളൊക്കെ എന്തൊക്കെയാന്ന് അറിയാം. എനിക്ക് ലാലുവിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളൊക്കെ എന്താ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം എന്നെ പറ്റിട്ട് നിങ്ങളെ പറ്റിട്ടാ പറയുന്നു. നല്ല അഭിപ്രായങ്ങൾ മാത്രം. ഡ്രസ് വാങ്ങി തരാൻ പറഞ്ഞപ്പോ ഡ്രസ് വേഗി തരാൻ പറ. അപ്പൊ വേഗി തരൂട്ടോ. മാറ്റിക്ക് ഒരുങ്ങിയൊക്കെ പോവാറട്ടെ. അപ്പൊ വേഗി തരും. വേഗം തരാനൊക്കെ ഉണ്ടിട്ടാ. തിന്നാനുള്ള സാധനങ്ങൾ നല്ല ഇഷ്ടമുള്ള ഷവർമ്മയാണ്. അത് ഞാൻ വാങ്ങിക്കൊടുക്കും. എനിക്ക് ഇഷ്ടമുള്ള ഫുഡാണ് എന്തൊക്കെയാ പറയും. ഫുഡ് എന്താ, അൽഫാം, മന്തി. ഉറക്കം പറയും കേൾക്കൂല. അൽഫാം, മന്തി, പിന്നെ അങ്ങനൊക്കെ. ഷവർമ്മയാണ് കൂടുതൽ ഇഷ്ടം. അത് വാങ്ങിക്കൊടുക്കും. പിന്നെ എന്നാലും എനിക്ക് ഇന്നും ഉണ്ടല്ലോ ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ. അപ്പൊ നിങ്ങക്ക് അതും അറിയില്ലേ? ബ്രോസ്റ്റ്, പിന്നെ പിന്നെ വേറെന്തോറില്ല. കല്ലുമക്ക ഇത് ഇവിടെ തലക്കടുത്ത് നമ്മളവിടെ ഒരു കാക്ക മക്രോണി വെക്കുന്നുണ്ട്. അത് നല്ല ഇഷ്ടമാണ്. അത് ശരിയാട്ടാ. ആ മക്രോണിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ. ഒരു പുഴന്റെ പക്കത്ത് ഒരു തട്ടുകടയിലുള്ളാട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇന്റെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയുണ്ടാവട്ടെ. ഞങ്ങൾ ഇടക്കിടക്ക് അത് തിന്നാൻ പോക്കുണ്ട്. അപ്പൊ ആ ഇറക്ക് ഇങ്ങനെ തിന്നാൻ പൂതിയാകുമ്പോൾ ലാലുവിനെ കൊണ്ട് കൊണ്ടിരിച്ചു. ഷവർമ്മ അതേമാതിരി ഇറക്ക് തിന്നാൻ പൂതിയാകുമ്പോൾ അങ്ങനെ കൊണ്ടിരിച്ചു. അധികം ഇഷ്ടം ഷവർമ്മൊക്കെ തന്നെയാട്ടാ. പിന്നെ മന്തി അടക്കൊരു തിന്നാൻ പൂതിയാട്ടോ. പെരയിൽ ഉണ്ടാക്കണേക്കാട്ടി ഇഷ്ടം എനിക്ക് ഹോട്ടലിലത്തെ മന്തി ആട്ടും. അത് എപ്പോഴും ഇതേമാതിരി നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ തിന്നാനല്ലാതെ. പിന്നെ 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 ടൂറ് അത് ഇഷ്ടമാണ്. അതിപ്പോ ഇഷ്ടമല്ലാത്തവരും ആരും ഉണ്ടാവില്ല. ആരായാലും ടൂർ അറിയണൊക്കെ ആരും ഇഷ്ടമല്ല. എന്റെ ഒന്ന് പെരയിന്ന് പുറത്താണ്. കാരണം എന്താ അറിയാ, നിങ്ങൾ എന്ന് പെരയിന്ന് പുറത്താണ് ആൾക്കാരാണ്. അത് വേറെ കാര്യം. ബീച്ച് കൂടുതൽ ഇഷ്ടം ആർക്കാ ലാഭം? ബീച്ച് കൊണ്ടുപോയത് ബീച്ചിൽ പോയ ആർക്കാ ലാഭം പറയും. എനിക്കാ ഞാൻ പറഞ്ഞ അതൊന്നല്ല കേട്ടോ സത്യം. രാവിലെ ബീച്ചിൽ പോയ ഒരിക്കലും പോകാൻ നമുക്ക് ഉങ്ങിയാലും പോയാ, അല്ലെങ്കിൽ കൂട്ടായി പോയാ, അല്ലെങ്കിൽ പറയും എന്താ എന്താണ് മറ്റേ ബീച്ചിൽ പേര്? ഉണ്ണിയാല്, കടലുണ്ടി, പിന്നെ എന്നാ മറ്റേ ബീച്ചില്ലേ? ഉണ്ണിയാല്, കടലുണ്ടി, കൂട്ടായി, പിന്നെ പറവണ്ണ. ഈ 3-4 ബീച്ചിലാട്ടോ പോവാം. എവിടെ എത്തിച്ചാലും ഞങ്ങളെത്ര ബീച്ചിക്കാന്ന് അറിയില്ല. അപ്പൊ ഒരു ദിവസം ലാവിനോട് അറിയണേ, അന്ന് ബീച്ചൊക്കെ കൊടുത്താലേ മുതലാവുള്ളൂ പറഞ്ഞിട്ട്. അപ്പൊ എന്താ വെച്ചാ പറയണേ, വല്ലാതെ അതൊന്ന് കാരണം പറയും. അവിടെ പോയ പിന്നെ വല്ലാതെ പൈപ്പും താറുന്നുണ്ടാവില്ലല്ലോ. പിന്നെ എപ്പോഴേലും ചായയും കടിയൊക്കെ തന്നിട്ട് അവിടെ തട്ടുകടി കയറിയിട്ട്, അല്ലെങ്കിൽ കണ്ണ് പൊടിയിടാൻ വേണ്ടി 10 റുപ്യക്ക് വല്ല മാങ്ങയൊക്കെ വേണ്ടിട്ട് ഒതുക്കും. വേറെ എവിടേക്കെങ്കിലും പോയാലേ ചെലവ് വെച്ചിട്ട് ഇങ്ങനെ നേർന്ന് അന്ന് ബീച്ചിൽ എന്നോട് ദിവസം പറയാം. ഞാൻ ഇടക്കിടക്ക് ഞാൻ ബീച്ചിൽ കൊണ്ടുപോകാൻ കാരണം അതാണ്, വലിയ ചെലവുണ്ടാവില്ല എന്നെ കൊണ്ട്. പിന്നെ അവിടെ പോയാലും എനിക്കല്ലാതെ അങ്ങനെ ഉപ്പിലിട്ടതൊന്നും അങ്ങനെ വല്ലാതെ വായിച്ചൊന്നും ആളൊന്നുമല്ല കേട്ടോ ഞാൻ. പിന്നെ എന്തായാലും ഭാഗം കൊടുക്കുന്നുട്ടോ. ഭാഗം കൊടുക്കാനൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ ഉപ്പിലിട്ടതുണ്ടോ എനിക്ക് ഇഷ്ടം വെച്ചാല് എന്താണ് ഉപ്പിലിട്ടായിട്ടും കൂടുതൽ ഇഷ്ടം മാങ്ങട്ടെ. എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ അത് ഞാൻ വേങ്ങിച്ചുള്ളൂ കേട്ടോ. വേങ്ങാണെ തന്നെ അവിടെ പോയാലും ഉപ്പിലിട്ടത് മാങ്ങ വേങ്ങും. പിന്നെ കാര്യമായിട്ടൊന്നും വേങ്ങുന്നില്ല. എപ്പോഴേലും സർവത്ത് മറ്റേത്
20 days. അതല്ല ഇഷ്ടം. അത് ഒരു ദിവസം ഇതേമാതിരി ഇഷ്ടമൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ എനിക്ക് ചടച്ചത് എങ്ങനെ വെച്ചാൽ നമ്മളാ പറവണ്ണ ബീച്ചിൽ പോയപ്പോ പറവണ്ണ ബീച്ചിൽ പോയത് മിഥുനായിട്ടല്ല നമ്മളെല്ലാരും കൂടി പാങ്ങുന്ന പോലെ വന്നിട്ട് അങ്ങനെ എല്ലാരും കൂടി പോയപ്പോ ഓല് ഇതേമാതിരി ഇത് എന്താ നമ്മളാ 20 days ഉണ്ടല്ലോ അത് തന്നിട്ടാ പറ്റുമ്പോൾ ഇതേമാതിരി ഒന്നേറെ പൈസ ഇങ്ങോട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കണേക്കാരം എനിക്കറിയില്ല കേട്ടോ എങ്ങനെയാണ് ഇവരൊക്കെ കുടിച്ചിട്ടാ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതേമാതിരി ഇങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കിക്കേനെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ഉണ്ട് എന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാനിത് കുടിച്ചാൽ മതി നോക്കിയപ്പോ അതില് മറ്റേ നമ്മള് വള്ളത്തിലുണ്ടാവില്ല ഒരു പീയെ എന്താ ഈ വൃത്തിയില്ലാത്ത വെള്ളത്തിലൊക്കെ ഉണ്ടാവില്ല ഒരു പീ എന്നാ മാതിരി ഇട്ടാ ഇങ്ങനെ വെള്ളത്തിന് ഒരു കളർ വ്യത്യാസം ഉണ്ട് ഇങ്ങനെ ഒരു പീ ഇട്ട അപ്പൊ പിന്നെ ചടച്ച് അതിന് ശേഷം പിന്നെ അങ്ങനെ ഉണ്ടാക്കില്ല കേട്ടാ സർവത്ത് കുടിച്ചില്ല ഞാനാ കുടിച്ചാതെ നേരെ ഒഴിച്ചിട്ടാ ആ പീനെ കണ്ടപ്പോ കാരണം നമ്മൾ ഐസും കട്ട ഉണ്ടാവുമ്പോ പിന്നെ പോലെ കടലും പോലെ ഒരു കളറൊക്കെ ഒഴിച്ചില്ലേക്ക് അങ്ങനെ ആവുമ്പോ നമ്മളിതൊന്നും അറിയില്ല. പക്ഷെ അന്ന് അങ്ങനെ അവിടുന്ന് കണ്ട കാരണം എന്ത് സംഭവം എനിക്കറിയില്ല കേട്ടാ. ഞാൻ ആ വൃത്തിയില്ലാത്ത വെള്ളം കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്താ അറിയില്ല. എനിക്കപ്പോ കണ്ടപ്പോ ചടച്ച് അതിന് ശേഷം പിന്നെ ഞാൻ ഇതുവരെയായിട്ട് കുടിച്ചിട്ടില്ല കേട്ടാ. കാര്യമായിട്ട് ബീച്ചിൽ പോയാല് എപ്പോഴേലൊക്കെ അതേമാതിരി ഉപ്പിലിട്ടത് അല്ലെങ്കിൽ ഉണ്ണിയങ്ങ പോയിട്ട് തട്ടുകട ഉണ്ട് കേട്ടോ. അവിടെ പോയിട്ട് ഇങ്ങനെ അതേമാതിരി സമൂസ ചായ എന്തേലൊക്കെ പിന്നെ അധികം മക്രൂണി കേട്ടോ അതിന്നല്. പിന്നെ ചിലപ്പോ ഞങ്ങൾ ഇതേമാതിരി ഇങ്ങനെ ബീച്ചിൽ പോവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് വേങ്ങിയിട്ട് നമ്മൾ ഷവർമ്മേ മക്രൂണി എന്തെങ്കിലുമൊക്കെ വേങ്ങിയിട്ട് ഇങ്ങനെ ആ ബീച്ചിൽ പോയിട്ട് ഇങ്ങനെ തിന്നിട്ടാ. അതൊക്കെ തന്നെ. പിന്നെ എനിക്കും വല്ലാതെ അങ്ങനെ എന്താണ് അവർക്ക് മുളക് കൊടുക്കുക അങ്ങനത്തെ ഇതൊന്നുമില്ല. ഇഷ്ടമാണ് കൊണ്ടായാൽ പോവും വിളിച്ചാൽ പോകാത്രേ ഉള്ളൂ കേട്ടാ. എന്നല്ല എനിക്ക് എത്ര കണ്ടാലും മതിയാവാത്ത സ്ഥലം എന്താ വെച്ചാല് ബീച്ചാട്ടാ. എന്താ സംഭവിച്ചാല് ഇപ്പൊ ഞങ്ങൾ ചെറിയ കുട്ടിയായിരുന്നില്ലേ ഞങ്ങളെ ഇതേമാതിരി അന്ന് ഞങ്ങൾക്ക് പിടിയാറില്ലല്ലോ ഞാനും ഒന്നാമത് ഒരു കാര്യങ്ങൾ വന്നു ട്രെയിനിൽ കയറിട്ടിയാ എന്നെ കൊണ്ട് അതടക്കട്ടെ ഇത് ആദ്യം പറയാ ഇത് കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നത്. അത് ഞങ്ങളെ നാട്ടില് ട്രെയിനൊന്നുമില്ല ഞങ്ങളങ്ങനെ പോയിട്ടില്ല. ട്രെയിൻ ഇങ്ങനെ വിട്ടൊന്ന് കാണാനല്ലാതെ ട്രെയിൻ തന്നെ ഞങ്ങള് കാണല് എങ്ങനെയാ സമ്മതിച്ചു നിങ്ങളെ ഇടയിലൊക്കെ കയറ്റിയത് അത് പറയാൻ വേണ്ടിട്ടാട്ടോ ഇതൊക്കെ എടുത്തിട്ടത്. അതൊക്കെ ലാലേനായിട്ട് സാധിച്ചു നിൽക്കുന്നതും കാരണം ഞങ്ങൾ അവിടെ അങ്ങനെ വലിയ വലിയ കെട്ടിടങ്ങൾ അതേമാതിരിയുള്ള മാളും ഉണ്ടായിരുന്നതൊന്നും ഇല്ല കേട്ടോ. അത് കാരണം അതിലൊന്നും ഞാൻ കേറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ട്രെയിൻ ഇതേമാതിരി ട്രെയിൻ കണ്ടിന് എങ്ങനെ വെച്ചാല് എന്റെ ഉമ്മാന്റെ ഏട്ടത്തിന്റെ പേരെ മണ്ണാർക്കാട് കേട്ടോ. അപ്പൊ മൂട്ടന്മാർക്ക് പോകുമ്പോ ഇതേമാതിരി അങ്ങാടിപ്പുറത്തുനിന്ന് പാഴ്ത്തുമെന്ന് ഇങ്ങനെ കാണും. എറണാകുളത്ത് കല്യാണം കഴിഞ്ഞത്. അപ്പൊ ഇതേമാതിരി നമ്മള് പോകുമ്പോ അങ്ങാടിപ്പുറ പാലല്ലേ അവിടെ എത്തുമ്പോ ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ നീച്ചൊക്കെ കാണാൻ വേണ്ടി ഞങ്ങള് കുട്ടികളല്ലേ. അപ്പൊ ചിലപ്പോ ട്രെയിനിന്റെ വല്ല തലേ വാല നേരെ കൗട്ടൊക്കെ കാണാം അവിടെ ഇവിടെയൊക്കെ ആയിട്ടാവും കാണാം. കണ്ടന്നെ വലിയ പൊലിവേക്കാരം. അന്നൊക്കെ അങ്ങനെ ട്രെയിന് കാണാച്ചെടി അങ്ങാടിപ്പുറത്ത് പോയാലേ കണ്ടിരുന്നുള്ളൂ കേട്ടാ. അപ്പൊ ഭയങ്കര പൂതിണ്ടായിരുന്നു ട്രെയിനിൽ കയറാൻ. എന്തായാലും ആഗ്രഹം ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ വന്നതിന് ശേഷം ലാലുവിന്റെ അപ്പം പോയി എറണാകുളത്ത് പോയിട്ടാ. ലുലുമാളിലൊക്കെ പോയപ്പോ ട്രെയിനിൽ കയറി അന്ന് മെട്രോയിലും കയറി അല്ലെ. മെട്രോയിലാണ് കയറിയിട്ടുണ്ടായില്ല പറഞ്ഞേക്കാന്നല്ലാതെ കണ്ടറിവ് ആ ഫോട്ടോ ഒക്കെ കാണുന്നില്ല നമ്മള് നേരിട്ട് അങ്ങനത്തെ അതൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. അപ്പൊ ആ ഒരു ദിവസം പിന്നെ എറണാകുളം കണ്ട് ട്രെയിനിലും കയറി മെട്രോയിലും കയറി. മെട്രോയിലൊക്കെ കയറിയപ്പോ പേടി ഉണ്ടായിരുന്നിട്ടാ. ട്രെയിനിൽ കയറിയപ്പോ എനിക്ക് അത്ര വലിയ പേടിയൊന്നും തോന്നിയില്ല. പക്ഷെ എന്താണ് അവ മെട്രോന്ന് കയറുമ്പോൾ ഇറങ്ങുമ്പോഴായിരുന്നു എനിക്ക് പേടി. അതുപോലെ അവിടുത്തെ ആൾക്കാർ അടിപൊളിയാണ്. നല്ല സ്വഭാവം. നമ്മളിങ്ങനെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നുട്ടാ. നമ്മളിങ്ങനെ എന്താന്ന് അറിയില്ല ഏറ്റവും ഭയങ്കര സ്നേഹം നല്ല സ്വഭാവം. സത്യം പറഞ്ഞു പോരാൻ അതിനൊക്കെ ആരും കൂടെ നോക്കട്ടാ. എന്ത് ആഗ്രഹങ്ങൾ പറഞ്ഞാലും അങ്ങനൊക്കെ നിന്നേരൊക്കെ ചെയ്യട്ടാ. ചിലപ്പോ അങ്ങനെ വില കടിച്ചൊക്കെ നിൽക്കും. ചെലവുള്ള കാര്യത്തിനൊന്നും പറയാൻ പാടില്ല. ചെലവില്ലാത്ത കാര്യത്തിനൊക്കെ ഞാന് സപ്പോർട്ടാട്ടാ. ഏതെന്തായാലും അങ്ങനെ എനിക്കും അതേമാതിരി എന്താ പറയാ ഊട്ടി മൈസൂര് മൂന്നാറ് ഇതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വയനാട് പിന്നെ 3-4 വട്ടം പോയിക്കും. അപ്പൊ അങ്ങനെ പിന്നെ എന്തായാലും രണ്ടാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഊട്ടിയിലും പോയി. ഫസ്റ്റത്തെ വെഡിങ് ആനിവേഴ്സറി വയനാടും പോയിട്ടാ. ഭാഗ്യത്തിന് നമ്മള് നല്ല ആൾക്കാരായിരുന്നു. ഞങ്ങള് പോകുന്നതിന്റെ ശേഷമായിരുന്നു കേട്ടോ. പക്ഷെ നമ്മള് വെഡിങ് ആനിവേഴ്സറി ട്രെയിൻ കുറെ കഴിഞ്ഞതിന്റെ ശേഷം കേട്ടോ. അവരുടെ പൊട്ടലൊക്കെ ഉണ്ടായി. പിന്നെ ഇതിന്റെ ശേഷമായിട്ട് വയനാട് പോയിട്ടില്ല. ഇപ്പൊ വന്നിട്ട് പോണെന്നൊക്കെ ഉള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട് കേട്ടാ. ചെറുതായിട്ടൊക്കെ അതൊക്കെ പഠിച്ചതിന്റെ വിധി പോലെ കേട്ടാ. പിന്നെ ട്രെയിനിന്റെ ഇതേ പറഞ്ഞ് അങ്ങനെ എനിക്ക് ഭയങ്കര പൂതിയാണ് കേട്ടോ. കാണാൻ തന്നെ ഭയങ്കര പൂതിയാണ്. കണ്ടാൽ തന്നെ വല്ല പെരുന്നാൾ മാസം കണ്ട മാതിരി കിട്ടും ഞങ്ങൾക്കൊക്കെ ട്രെയിനിൽ. പിന്നെ ഇവിടെ വന്നതിന്റെ ശേഷം ട്രെയിനിൽ കയറി
ഇതിലെ കയറി എന്താ മെട്രോയില് കയറി അങ്ങനൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ രാജു കല്യാണം കഴിഞ്ഞോട്ട് നടത്തി തന്നിട്ടാ. പിന്നെപ്പോ എന്താ, പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിട്ടാ എങ്ങനെ വെച്ചാല് ഇന്റെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു എങ്ങനെ വെച്ചാല് എന്റെ 17-18 വയസ്സിലുള്ള ആഗ്രഹം കേട്ടാ ഇങ്ങനെ പാവപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കണം എന്നുള്ള ഭയങ്കര പൂതിയാണ് കേട്ടോ. പക്ഷെ ഇതുവരെയായിട്ടും നടന്നിട്ടില്ല. നടക്കാച്ചാല് ആ ടൈമിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാഹചര്യ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എങ്ങനെ പൊതിച്ചാൽ നമ്മൾ ഒരു കൂട്ടിയ പൈസ നമ്മളെ സ്വന്തം പൈസ ഉണ്ടാവില്ല, അതായത് നമുക്ക് കരുതി തന്നിട്ട് ഒരു കൂട്ടിയ പൈസ ആയിട്ട് ഒരാൾക്കോ രണ്ടാൾക്കോ എന്റെ മിനിമം ഒരു ഉച്ചക്കത്തെ ചോറോ എന്തെങ്കിലുമൊക്കെ പാവപ്പെട്ട ഒരാൾക്കാർക്ക് ഇങ്ങനെ മീൻ കൊടുക്കാൻ നല്ല പൊതി കിട്ടാം. പക്ഷെ എന്നെ കൊണ്ട് നേരായിട്ട് നടന്നിട്ടില്ല. കാരണം കിട്ടുന്ന പൈസ ഇട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോകും. അതും എന്റെ ആഗ്രഹം എങ്ങനെ വെച്ചാൽ എന്റെ ബർത്ത്ഡേക്കുമ്പോ സ്പെഷ്യൽ ദിവസങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, ആ ടൈമിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുള്ള പൂതിയില്ല. ഇപ്പൊ സ്പെഷ്യൽ ഇല്ലെങ്കിലും ഇൻഷാ അള്ളാ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു കാലത്ത് ഒരാൾക്കേലും എനിക്ക് ചോറ് വേഗം കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇന്ന വേഗം കൊടുത്താറിട്ട് പൈസ തന്നാലും ഞാൻ പണിക്കൊന്നും പോണില്ലല്ലോ. ഇൻഷാല്ലാട്ടാ നമ്മള് സ്വന്തം പൈസ ഇട്ട് കൊടുക്കുമ്പോ അതൊരു വേറൊരു തന്നെ. എനിക്ക് അങ്ങനെ നല്ലൊരു പൂതി ഉണ്ടായിരുന്നു. നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ കയ്യിൽ ഒരു പൈസ കിട്ടുമ്പോ, അതായത് ഇനിയിപ്പോ ആരും തന്ന പൈസകൾ ഒരു കൂട്ടിയിട്ടായാലും എങ്ങനെയായാലും പാവപ്പെട്ട ഒരാൾക്ക് രണ്ടാൾക്കും കൂടി ഇപ്പൊ 5 ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ചോറ് വേഗം കൊടുക്കാൻ എനിക്ക് നല്ല പൂതി കിട്ടാം. അതിനുള്ള വിധി ഉണ്ടാവട്ടെ അല്ലെ, ആരോഗ്യമാക്കിയിട്ട് ദീർഘായുസ്സൊക്കെ ഉണ്ടാവട്ടെ. പിന്നിപ്പോ എന്താ, എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. അതേമാതിരി നമുക്ക് സ്വന്തമായിട്ട് പൈസ കിട്ടുമ്പോ എന്തെങ്കിലുമൊക്കെ പാവപ്പെട്ട ആൾക്കാർക്ക് ചോറ് ഇങ്ങനെ ഈ ഓരോ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പൂതിയാണ് കേട്ടോ. പാവപ്പെട്ടവർക്ക് ചോറ് പോയി കൊടുക്കാൻ അങ്ങനത്തെ ഇഷ്ടങ്ങളുണ്ട് എനിക്ക്. പിന്നെന്താ, ഇതൊക്കെ തന്നെ. പിന്നെന്താ എന്റെ ആഗ്രഹങ്ങൾ പറയും. അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഇടക്കിടക്ക് ഇങ്ങനെ കടൽ കണ്ടില്ല ഇങ്ങനത്തെ സമാധാനക്കേടായിട്ട്. അതെന്താ സംഭവിച്ചാല് ഇന്നത്തെ ബന്ധം അത് വരീന്ന് പുറത്തിറങ്ങാൻ പറ്റൂല, അങ്ങനെ ആയിപ്പോയിട്ടാ. പക്ഷെ പിന്നെ എല്ലാവരും എന്നെ കളിയാക്കൂട്ടാ. എങ്ങനെ വെച്ചാല് എന്റെ കല്യാണമൊക്കെ പറഞ്ഞു വെച്ചിട്ടാണ് എല്ലാവരും പറയുന്നത് തിരൂർക്ക് എന്നൊക്കെ പറയുമ്പോ എല്ലാവരും കളിയാക്കിട്ടാ. അതിന്റെ അവിടെ ഉടിക്കാരൊക്കെ കളിയാക്കും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ടൂർ ഓടാൻ, അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ. ഇതേമാതിരി മദൻ കുഞ്ഞാമാന്റെ മോന് അപ്പൊ കാക്കു ഇതേമാതിരി ഓരോ സ്ഥലത്തേക്ക് പോന്നിട്ട് വീഡിയോ ഒക്കെ ഇങ്ങനെ വിട്ടിട്ട് എനിക്ക് എന്നിട്ട് ഇന്നെ ഇങ്ങനെ മോച്ചിവ് കേട്ടു. അപ്പൊ എനിക്ക് കടയിലെ കല്യാണം പറഞ്ഞിന് തിരിയൊരുക്കും. അപ്പൊ ഇന്നിങ്ങനെ കളിയാക്കിട്ടാ അന്നെ ഓരോ ഒടുക്കും കൊണ്ടുപോയി ആ കടലിൽ കൊണ്ടുപോയി കാണിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പറയട്ടെ അധികം കണ്ടിട്ട കടലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കുക. കാരണം എവിടെ തിരിച്ചാലും ഞങ്ങൾ പോയിട്ട് കടലിൽ കയറട്ടും. പക്ഷെ അന്ന് ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയാണ്. അന്ന് ഞങ്ങൾക്കറിയില്ല, അന്ന് ഞങ്ങൾ ചെറിയ കുട്ടികളായില്ലേ. ഞങ്ങക്ക് പിന്നെ പെരുന്നാളായാല് എന്താണ് ഇപ്പൊ ആ കടയിൽ പഠിക്കാൻ വരുമ്പോ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുളി മാറ്റി, ഇപ്പൊ വരുമ്പോ ഞങ്ങൾ കുളി മാറ്റിലൊക്കെ കഴിഞ്ഞ് ചോറ് ഇങ്ങനെ ടേബിളിൽ ഇരിക്കണം. എല്ലാരും കൂടി ഇരുന്ന് ടേബിളിൽ നിന്ന് ചോറൊക്കെ തിന്നിട്ടാ. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പറയും 5 മിനിറ്റ് എന്നിട്ട് ഇപ്പൊ അത് കിടക്കും. പിന്നെ അത് 5 മിനിറ്റ് 10 മിനിറ്റ് അരമണിക്കൂർ അങ്ങനെ ആവും. പിന്നെ ഉച്ചയായാലും ഇപ്പൊ നീച്ചൂലട്ടാ. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ പിരാന്ത് തുടങ്ങിട്ടെ. കാരണം നമ്മള് എല്ലാവരും പുറത്ത് പോയിട്ടുണ്ടാവും, ഞങ്ങൾ മാത്രം പെരയിൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ പിന്നെ ഞങ്ങൾ ഇങ്ങനെ തൊയിരം കെടുത്തല്ലോ കാര്യമായിട്ട് മുത്തുപോലതെന്ന് പറയുന്നട്ടാ. ഞാനെന്റെ വിധി ചെയ്ത് ഇത് ഞാനിങ്ങനെ തൊയിരം കൊടുത്തു. തൊയിരം കെടുത്തി എന്തായാലും ഉച്ച ടൈമൊക്കെ ആവുമ്പോ ഇപ്പൊ നീച്ചു. എന്നിട്ട് നീച്ചിട്ട് ഇപ്പാക്ക് പിന്നെ വണ്ടി ഓടിച്ചുമ്പോ ഉറക്കം വരും വെച്ചിട്ടാണ് ഇപ്പൊ ഉച്ചക്ക് ഉറങ്ങുന്നത്. അങ്ങനെ ചോറിനിട്ട് ഉറങ്ങുന്നത്. അങ്ങനെ ഉറങ്ങിച്ചിട്ട് ഇതേമാതിരി കുടുംബക്കാരോടൊക്കെ പോകും. പാലുടി മാലുടി അങ്ങനെ കുഞ്ഞന്മാര് അങ്ങനെയൊക്കെ കുറച്ച് നമ്മൾ എടുത്തുള്ള കുടുംബക്കാരോടൊക്കെ അങ്ങനെയൊക്കെ പോയിട്ടാ. ഞങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ചൊടുക്കാ പോയിട്ട് കഴിച്ചു. അപ്പൊ ഞങ്ങളൊന്ന് പൊട്ടന്മാര് ഞങ്ങൾക്ക് കടല് അറിയുന്ന എന്തോ വലിയ കാര്യം ചെയ്തിട്ട് എല്ലാ പെരുന്നാൾക്കും വരും. 4 പിന്നെ ഇസ്രൂറില്ലാതെ ഞങ്ങൾ കടലാടാൻ പോകാറില്ല. അങ്ങനെ എന്നിട്ട് നേരിട്ട് കടലാടാൻ പോയിട്ടു. ഇപ്പം വളരാണ്ട് ഞങ്ങളെ പൊട്ടന്മാരാണ്, ഞങ്ങൾ കുട്ടികളല്ലേ, ഞങ്ങൾക്കറിയില്ലല്ലോ. അന്ന് കടലൊക്കെ അറിയുമ്പോ വലിയൊരു ഇത്. കാരണം എപ്പോഴേലൊക്കെ കാണുമ്പോ നമുക്ക് വലിയ വലിയ അങ്ങനെ എന്നിട്ട് ഇവിടെ വന്നിട്ട് അങ്ങനെ ഐസൊക്കെ എഴുതുന്ന കുറെ വന്നിട്ടുണ്ട്. അത് ഇവർക്ക് എങ്ങനെ വെച്ചാല് ഇവിടെ നാട് ഇങ്ങനെ ഇവിടെ അടുത്ത് കടല് അങ്ങനൊക്കെ പന്നി കൃഷി, പന്നി ഫാമ അങ്ങനെ കേട്ടാ. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. കാരണം കടലാണെന്നൊക്കെ പറയുമ്പോ ഭയങ്കര പൊലിവുന്നുണ്ട്. ഈ കോഴിക്കോട് തിരൂര് ഒക്കെ വരുമ്പോ കടലാടാൻ വേണ്ടിയിട്ടുണ്ട് കാര്യമായിട്ട്. പക്ഷെ സത്യം പറഞ്ഞാ ഇപ്പൊ കടയിൽ കണ്ടീന് കയ്യും കണക്കും ഉണ്ടാവില്ല. ഇടക്കിടക്ക് ഇത് മാസത്തിൽ 2 വട്ടം 4 വട്ടം മാതിരിയായിട്ട് ഞങ്ങള്
പുറത്തിറങ്ങിയാൽ കടലാണാനൊക്കെ കേട്ടാ പോവാം. അപ്പൊ എല്ലാവരും പറയപ്പോ ഇങ്ങനെ കളിയാക്കും, ഇപ്പൊ എന്തായി എന്നൊക്കെ പറയട്ടെ എന്നെ കളിയാക്കാം. എന്നിട്ട് ഇന്നും കടലാണ് കൊണ്ടുപോയിട്ട് ഉടായിപ്പോ മാപ്പിള. എന്തായാലും ഇപ്പൊ ഇഷ്ടം കടലാണ് കേട്ടോ. കാരണം എപ്പോഴൊക്കെ വെള്ളത്തിൽ ഇറങ്ങുള്ളൂ. എല്ലാം കൂടി ഉണ്ടാവും അങ്ങനെയൊക്കെ ഇറങ്ങും. പിന്നെ ഒറ്റ വല്ലാതെ വെള്ളത്തിൽ കളിച്ചൊന്നുമില്ല. ഈ ലാലു വരൂല കേട്ടോ. ലാലിന് കളിച്ചുണ്ടായോണ്ട് ലാലു വരൂല. ലാലുവിന് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. വിട്ടുന്നുള്ള കാണല് അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചാടി കളിച്ചൊന്നും തുളിച്ചത് അങ്ങനത്തെ ഒരു ഇതൊന്നും കേട്ടോ ലാലുവിന്. അങ്ങനെ പിന്നിപ്പോ എന്താ ഇതൊക്കെ തന്നെ കാര്യമായിട്ട് ഇഷ്ടം എന്താ വെച്ചാൽ ഇങ്ങനെ എപ്പോഴേലൊക്കെ ഇങ്ങനെ പുറത്ത് പോകാൻ ഇഷ്ടമല്ലാത്തൊരു ആരുമില്ല. ആരായാലും വിളിച്ചാൽ ആരായാലും ഇറങ്ങി വണ്ടിപ്പോവും. എനിക്കും ഇഷ്ടമൊക്കെ തരായിട്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ആരുമില്ല. ലാലും പഠിക്കോ, ഉമ്മ രാവിലെ ഡ്യൂട്ടിക്കോ, മാശ വർക്കറുമ്മ അങ്ങനെ പോവുകയും ചെയ്യും. ഞാൻ ഒരാളെ ഒറ്റക്ക് എന്റെ ഉള്ളിൽ എന്നിരിക്കും. നമുക്കൊരു പിരാന്തിലേക്കാറ് കുട്ടികൾ മക്കളുണ്ടെങ്കിൽ നമുക്ക് തിരക്കില്ല. ഒച്ചപ്പാടൊക്കെ ആകുമ്പോൾ തിരക്കിടുണ്ടായിരുന്നു. പിന്നെ ലാല് വരെ രാത്രി അവ കാത്തിക്കണം. ഒരു ഒച്ചപ്പാടുണ്ടാവും നമുക്ക്. അങ്ങനെയല്ലേ കാര്യം. പിന്നെ എടുത്ത് തറവാടും അമ്മായി എടുത്തൊക്കെ പോയിപക്ഷെ അങ്ങനെയല്ലല്ലോ. നമ്മളോട് സ്വന്തമായിട്ട് കുട്ടികൾ മക്കളും അല്ലെങ്കിൽ കമ്പനിക്ക് ഉമ്മയോടെ എപ്പോഴും ഉമ്മ കൂടെ ആരെയൊക്കെ ഉണ്ടാകുമ്പോ അത് വേറെ രസമല്ലേ. ലാല് വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിക്കണം കേട്ടാ. പിന്നെ ഒരു ഞായറായാലും ലാലു ഇതേമാതിരി നമ്മൾ കൊടുക്കയിലൊക്കെ പോവാൻ. എന്നിട്ട് പോക്ക് വലിയ പ്ലാനിങ് കേൾക്കാറ്. എത്തല എവിടേക്കാരം ഒന്നങ്ങ് ഉണ്ണിയാല് ബീച്ച് കേൾക്കാറ്. അങ്ങനെ കേൾക്കാറട്ടെ. അത് കാരണട്ടല്ലോ ഞങ്ങളെ കളിയാക്കണത്. കാരണം ഇവിടുന്ന് അങ്ങാടിയും കുറച്ചുള്ളൂ ബീച്ചിക്ക്. അപ്പൊ പിന്നെ എനിക്കും ഇഷ്ടം പോവാൻ അങ്ങണ്ടാലും. ഉണ്ണിയാലും ബീച്ചാണ് അടിപൊളി. ആദ്യം കൂട്ടായിലൊക്കെ പോയിരുന്നു. പിന്നെ ആദ്യമൊക്കെ കൂട്ടായിക്കൊക്കെ പോയിരുന്നു. പക്ഷെ കൂട്ടായി എനിക്ക് അത്ര വലിയ ക്രൗഡ് ഉള്ളത് ഇവിടെ ഉണ്ണിയാല് ബീച്ച്. ഉണ്ണിയാല് ബീച്ചായിട്ട് ഏറ്റവും രസം. എന്താ പറയാ നമ്മള് ലക്ഷദ്വീപിന്റെ കഥയൊക്കെ ആയിട്ട് കടല് അതിന്റെ ചുറ്റോറ ഇങ്ങനെ തെങ്ങ് അങ്ങനൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ. പിന്നെന്താ ഇതൊക്കെ തന്നെ. എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഇഷ്ടം ഇങ്ങനെ ഡ്രസ്സ് എടുക്കല് അങ്ങനത്തെ പരിപാടിയാട്ടോ. ഡ്രസ്സ് അങ്ങനെ കടയിൽ പോയിട്ടൊന്നും തോന്നെടുക്കൂല. അതേമാതിരി മീഷോന്ന് ഇങ്ങനെ ചെറിയ പൈസയൊക്കെ ടോപ്പ് ഉണ്ടാവില്ല, ഷോർട്ട് ടോപ്പ് അങ്ങനത്തെ ഒക്കെ എടുക്കല്. തോന്നെ പൈസ എടുക്കലുണ്ടോ? എടുക്കും. ഇതേമാതിരി വല്ല കല്യാണ പരിപാടി അങ്ങനെ ഉണ്ടാവുമ്പോഴൊക്കെ എടുക്കുള്ളൂ കേട്ടോ. തോന്നെ പൈസ അങ്ങനെ കടയിൽ പോയിട്ടൊന്നും എടുക്കൂല കേട്ടാ. പല കല്യാണ പരിപാടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ അതേമാതിരി മീഷോ അധികം മീഷോയിലാളാട്ടോ. എന്ത് സാധനം ഞാൻ വേങ്ങണം ആദ്യം മീഷോ നോക്കിട്ടെ വില നോക്കിട്ട് ഇങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണെങ്കിൽ അധികം അങ്ങനെ മീഷോ തന്നെ വേണ്ടിട്ടാ. പിന്നെ ഞാൻ പാവല്ലേ നിങ്ങൾക്കൊരു ഇടി പാവല്ലേ. നല്ല പോലെ ആരായാലും ഭാവേക്കരട്ടാ. നമ്മള് പിരാന്ത് പിടിപ്പിച്ചാൽ ആർക്കാരും പിരാന്ത് തരൂലേ. നമ്മള് വില കടിച്ചു നിന്നിട്ടല്ലേ എല്ലാവരും പിരാന്താക്കാൻ വേണ്ടിട്ട് ഓരോന്ന് പറഞ്ഞു കാട്ടിയൊക്കെ ചെയ്തിട്ട്. അപ്പൊ ആരായാലും സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കാൻ നമ്മളോട് നല്ല പോലെ നല്ല സ്നേഹത്തിൽ നിന്നാലും നമ്മള് നല്ല പോലെ നല്ല സ്നേഹത്തിൽ നിൽക്കും. നമ്മള് പറയണതൊക്കെ വിപരീതം ചെയ്യാം. അതായത് എന്തൊക്കെ എന്താ പറയാ നമ്മള് ദൈവം ഓടിച്ചിട്ട് അത് ചെയ്യില്ലേ, അത് വീണ്ടും തരും, അത് വീണ്ടും പറ്റില്ല, ഇപ്പൊ നടക്കൂല അങ്ങനെ കൊണ്ട് പറഞ്ഞ പിന്നെ കല്ല് കരട്ടെ ചോദന വരും. കാരണം എന്താ വെച്ചാൽ ലാലും അപ്പുറം പോയിട്ട് ലാലിനും വേണ്ട ലാലു വീഴും. അപ്പൊ ഉമ്മക്കോട്ട് ഒന്നും കിട്ടൂല. അപ്പൊ അതിന് ചെറിയൊരു ഇതുണ്ട് ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ. സത്യം അതല്ല, സത്യം പറയും അതന്നെ. നമ്മള് തല്ലുവിടുന്ന ഒറ്റ കാരണം എന്താണ്, ഒരു കാരണം പറയും അധികം തല്ലുണ്ടാക്കണേ. ഇവിടെ എന്താണ് സാധനം വേണമെന്ന് അപ്പൊ എന്താ സംഭവം എന്തേലും വേങ്ങാടെങ്കിൽ എന്തേലും വേണമെന്ന് പറയാൻ ലാലിന്റെ സ്വഭാവത്തിന് തീരെ ഇഷ്ടമല്ലാത്ത സ്വഭാവം അതായിട്ടാ. നിങ്ങൾക്കറിയില്ല എന്താ ഇഷ്ടമല്ല തരാ അങ്ങനെ അങ്ങനല്ല 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 എന്തെങ്കിലും സാധനമാണ് നമുക്ക് അത് വേണ്ടിത്തരുന്ന നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങി സാധനങ്ങളാണ് ഞാൻ പറഞ്ഞുതരാം. നമ്മളെല്ലാ ആണെങ്കിലും ആദ്യം പെണ്ണുങ്ങൾ പറയും അത് വാങ്ങി തരുമോ. അപ്പൊ നമ്മളറിയാം വാങ്ങിത്തരാം വേങ്ങിത്തരാ അത് മാത്രം സ്വഭാവം മാറും. അതാണ് അത് പെണ്ണുങ്ങള് നല്ലതാണ് ആയിക്കോട്ടെ. നിങ്ങളോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാതിരിക്കാതെ നിങ്ങളെ സ്വഭാവം മാറൂലേ. മാറില്ലേ. അതൊക്കെ തന്നെ. ഞാൻ ഇതൊക്കെ പഠിച്ചതല്ലേ എന്റെ കൂട്ടുകാരത്തിന്റെ ഷിഫാൻ അറിഞ്ഞിട്ടാ. ഓളെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഓൾ തന്നെ പഠിച്ചിട്ടുണ്ടോ കേട്ടാ. അങ്ങനെ ഓളും ഞാനും കൂടി ഒറ്റക്ക് പോയിട്ട് പഠിച്ചേട്ടാ നീന്തക്ക. മുത്തുമോനും അങ്ങനെ തന്നെ ഓന്റെ കൂട്ടന്മാരൊപ്പം പോയിട്ട്. പക്ഷെ മിഥുന് വെള്ളം കണ്ടാ ഓന് അതായത് നമ്മള് കുളത്തിലൊക്കെ നീന്തൊക്കെ പഠിപ്പിച്ചാനൊക്കെ കൊണ്ടായി കേറി മടുട്ടാ. അത് ഞാനും മുത്തുമോനും നല്ല മുതലാക്കും. ഞങ്ങൾ നീന്തിട്ടൊക്കെ തന്നെ കേട്ടാ. എനിക്ക് പാക പോണ കാര്യമായിട്ട് എന്തിനാ വെച്ചാൽ കുളം ചാടാനും തോട് ചാടാനും ഇതിനൊക്കെ തന്നെ കേട്ടാ. വള്ളത്ത് കളിച്ചാലാണ്. നമ്മളെ നാട്ടില് കുളമില്ല തോടുമില്ല. എവിടെ ഉണ്ട് കുറെ കടല്. എവിടെ തിരിഞ്ഞാലും കടലൊക്കെ. പിന്നെ അവിടെ ഇവിടെയൊക്കെ കുളം തോടൊക്കെ. പക്ഷെ ഇവിടെ ഉള്ളവരൊന്നും അങ്ങനെ കുളവും തോടും അങ്ങനെ പോകുന്ന ഓരോന്നല്ല ഒക്കെ പെരന്റെ ഉള്ളില്.
വരന്റെ ഉള്ളിലുള്ള ഒരു ജീവിതം ഈ തിരൂര് ഭാഗത്തൊക്കെ. സത്യം എനിക്ക് സത്യം പറഞ്ഞ കല്യാണം കഴിഞ്ഞ ഉടനെ വന്ന ഉടനൊക്കെ ഒരു പിരാന്ത് എന്നിട്ട് ഞാൻ ലാലുവിനോട് തന്നെ പറയട്ടെ അതാത്തൊരു ഇടങ്ങേറാണ്. കാരണം ലാലു ഗൾഫിൽ ഞാൻ ഈ പേരിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക. പിന്നെ നമ്മള് പാങ്ങ് പോണ ദിവസം എണ്ണി ഇരിക്കാറട്ടെ അവിടെ എത്തിയാലൊക്കെ ഒന്ന് പുറലോകം കാണുള്ളൂ. അങ്ങനെ എന്തായാലും ഇത് നീന്തപ്പം പഠിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ നീന്തക്കൊക്കെ പഠിച്ചിരുന്നു. ഞങ്ങള് എന്റെ അനിയനൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്റെ ഉമ്മാക്കും ഉപ്പാക്കും എല്ലാവർക്കും അറിഞ്ഞിരുന്നു മാത്രം അറിയില്ല കേട്ടാ. ഇതൊക്കെ തന്നെ എനിക്ക് വലിയ ഇഷ്ടമുള്ള ആഗ്രഹങ്ങളൊന്നും കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ. പിന്നെ സ്വന്തമായിട്ട് പൈസ കിട്ടിയിട്ട് അതായത് ഇനിയിപ്പോ ഒരു കൂട്ടി പൈസ എങ്ങനെയായാലും ഒരു പൂതിയുണ്ട് കേട്ടോ. പാവപ്പെട്ട ആർക്കെങ്കിലൊക്കെ ചോറ് കൊടുക്കുക അങ്ങനെ ഈ വീഡിയോസ് ഇതൊക്കെ കാണാൻ ഭയങ്കര പൂതിയുണ്ട് കേട്ടോ. പാവപ്പെട്ടവരെ ഒരു നേരത്തെ ചോറ് കൊടുക്കാനും ആഗ്രഹം നിങ്ങൾ നടത്തി തരും ഇൻഷാ അല്ലാഹ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മളെ സ്വന്തമായിട്ടുള്ള പൈസക്ക് അതിപ്പോ ഒരു റുപ്യാണെങ്കിലും 10 റുപ്യ ആണെങ്കിലും അതിനുള്ളതിനിപ്പോ പാവപ്പെട്ടവർക്ക് ഒരു കുട്ടി വേണമെങ്കിൽ ഞാൻ കൊടുക്കാൻ അത് ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് നടക്കുമെന്ന് വിചാരിച്ചു. ഇനി എന്താ പറയാ ഇനി ഇനി ഇതിനെ പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം പറയും. എന്റെ ആഗ്രഹങ്ങൾ ഇതൊക്കെ തന്നെ. നിങ്ങൾക്കൊന്നും പറയില്ല നല്ല കുട്ടിയ എന്റെ ആകാത്ത സ്വഭാവം പറയും പറഞ്ഞോളൂ കുഴപ്പമൊന്നുമില്ല. ഞാൻ വിളിച്ചോ ആകത്തെ സ്വഭാവം എന്ന് പറയുന്നത് ലാലു എന്താന്ന് ഞാൻ പറഞ്ഞുതരട്ടാ. ലാലിനോട് എന്തെങ്കിലും സാധനം വേണ്ടില്ല ഇന്നല്ല നാളെ എന്താണെന്ന് ഇപ്പത്തെ ആവശ്യമല്ലേ എന്നൊക്കെ പറയും. അപ്പൊ ലാലു നാളെ പിന്നെ അതൊക്കെ നടക്കില്ല കേട്ടാ. ചെലപ്പോ വേഗം ആന്ന് പറയും. പിന്നെ ഓളെ കയ്യും കാലും പിടിച്ച് പോലെ വെയ്ക്കാലം നടന്ന് തൊഴിലും കെട്ടി അത് കഴിയത്തില്ല. അപ്പൊ ഓൾക്ക് എന്താ വെച്ചാല് നമ്മളെ കയ്യും കാലും പിടിച്ചിട്ടേച്ചിട്ടേക്കാരട്ടാ ഏതൊരു മുതല് അത് നിങ്ങൾ ഇനി ലാലിനോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാന് അച്ഛപ്പോന്ന് എന്തെങ്കിലും പറഞ്ഞാലാണ് അതെങ്ങനെയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈറ വരൂലേ? വരലുണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? വിളിച്ചില്ലേ കാര്യം പറയും. എന്നാ മാതിരി തന്നെ എനിക്കുണ്ടായാലും നമ്മക്ക് ഞങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കാം. നിങ്ങളല്ലാതെ ആരാ കെട്ടിച്ചു വിട്ട അവരാരെ വാപ്പാരാണ് ആ പെണ്ണിനെ വേണ്ട എല്ലാവരും ചെയ്തെടുക്ക. ലാല് ഭയങ്കര സപ്പോർട്ടാണ്. വലിയ ചെലവില്ലാത്ത എന്തെങ്കിലും എല്ലാ ആളുകളും അങ്ങനെ തന്നെ. അതൊക്കെ സത്യം തന്നെയാണ്. ആണുങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയിട്ടാണ്. പക്ഷെ ഓവർ പിസ്കത്തര അത് പാടില്ല. വേറെന്തെങ്കിലും ഇഷ്ടമല്ലാത്ത നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടാ? പിന്നെ നല്ല സ്വഭാവം അറിയില്ല. ലാലുവിന് ഇന്ത്യയിൽ ഇഷ്ടമല്ലാത്ത സ്വഭാവം അതേക്കരട്ടെ. ലാലുവിനോട് എന്തെങ്കിലും പറയുമ്പോ ലാലിപ്പോ വേണമെന്ന് പറഞ്ഞാല് അത് ഞങ്ങള് ചോറ് വെച്ചിട്ട് വരാം. ഞങ്ങള് ചോറ് വെച്ചിട്ട് വരില്ല. പറയും ഇഷ്ടമല്ലാത്ത സ്വഭാവം ഒന്നുമില്ല. അപ്പൊ ഞാൻ വരുമ്പോ ഇഷ്ട വെറുതെ അറിയട്ടെ. ഞാൻ പറഞ്ഞതല്ല അതിന് എനിക്ക് ഇഷ്ടമല്ലാത്ത എനിക്കറിയാം. നമ്മളെന്തേലും വേണമെന്ന് പറഞ്ഞാൽ അതിനോട് പിന്നെ അറിയാം. പിന്നെ പറഞ്ഞിട്ട് തീരെ ഇഷ്ടമല്ല. അതായത് പിന്നെ അല്ലെങ്കിൽ നാളെ പിന്നെ അതിനെ വേണ്ടി കയ്യും കാലും പിടിച്ച് കണ്ണീര് ഒഴിച്ചിട്ടുണ്ടായിരുന്ന അല്ല പറഞ്ഞ് വെറുപ്പിച്ച മീഷോന്ന് നിങ്ങളെ ലാഭല്ലേ ആ സാധനം കടയിൽ നിങ്ങൾ വേങ്ങോ അതിപ്പോ ആർക്കല്ല അത്യാവശ്യമുള്ള സാധനങ്ങൾ അനാവശ്യമായിട്ട് എന്താ കഴിക്കുന്നത് മീഷോന്ന് പറയും. ഇതിനെന്താ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വേണ്ട ലാലു എങ്ങനെയായിട്ടില്ല. പക്ഷെ ലാലുവിന് എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് കാത്തുകൾ ആ സ്പോട്ട് ലാലു പോയി വരും. അത് ശരിയാണോ? അതല്ലാതെ ലാലു എന്ന് പറഞ്ഞത് ശരിയല്ലാന്ന്. അപ്പൊ ലാലുവിന് അറിയാം. എന്നാലും നമ്മള് അവനെ കയ്യും കാലും പിടിച്ചാൻ വേണ്ടിട്ട് അങ്ങനെ വീര്യം പിടിച്ച് നടക്കേക്കാരട്ടോ. പിന്നെ അതൊക്കെ തന്നെ. അപ്പൊ കാര്യമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ തന്നെ കേട്ടോ. ഒന്നുമില്ല പറയാന്. എന്നാലും ചെറിയ കാര്യങ്ങൾ. അതിനെ ഊട്ടി പോയതിനെ പറ്റിട്ട് നിങ്ങളെ അഭിപ്രായം എന്താ? അടിപൊളിയിട്ട് രക്ഷ സ്വഭാവം ആൾക്കാരെ സത്യം അവിടുന്ന് പോരാ തീരെ ബോധ്യണ്ടായിരുന്നില്ല. അങ്ങനത്തൊക്കെ നാട്ടില് ജീവിക്കണം. എന്താ പറയാ നല്ല കാലാവസ്ഥ നല്ല സ്വഭാവമുള്ള ആൾക്കാരൊക്കെ അവരാരുടെ സ്വന്തം കാര്യം ആ ഒരു ഇതില്ല. നല്ല സ്വഭാവമുള്ള ആൾക്കാര് എല്ലാവരും എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല ലളിതമായ ജീവിതം ആഡംബരമൊന്നും ഇല്ലാതെ ഓടി കൃഷി ചെയ്തിട്ട് അത് അതിന് വലിയ വിറ്റ് എനിക്കറിയില്ല. ഈ ടീ ഫാക്ടറി പോയ ചായ
എല്ലാവരും പറഞ്ഞേക്ക ചായ നല്ല രസമുള്ള ചായ ഇടുന്നു. പക്ഷെ എനിക്കറിയില്ല ഇതിലോട്ട ചായ അവിടുന്ന് പിന്നെയും വേഗം കുടിച്ചാൻ പറ്റും. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ചായ. എന്നിട്ട് ആ കുടിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന്റെ ശലങ്ങളോട് പറഞ്ഞ് ചായ വേണമെങ്കിൽ പിന്നെ വേഗം കുടിച്ചാൽ പിന്നെ നമ്മളാണ് പോണ ശരിയല്ല. അത് കാരണം പിന്നെ പോയിട്ടാ. അതുപോലെ ചോക്ലേറ്റും അപ്പൊ ആ ചോക്ലേറ്റ് ഒന്ന് തിന്നപ്പോ പൂതിയായപ്പോ പുറത്തുനിന്ന് വേഗാനായിരിക്കും. അതിന്റെ ഉള്ളിൽ തന്നെ വെക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ കടയിൽ പോയി നോക്കിയപ്പോ തൊള്ളാർത്തിയ. പിന്നെ നാല് പാവല്ല നമ്മള് മുടിപ്പിട്ടുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ വേവിച്ചത്. നല്ല ആഗ്രഹം ഉള്ളിൽ ഒതുക്കി. ഇനിയിപ്പോ ആ ചോക്ലേറ്റ് കിട്ടണമെങ്കിൽ അടുത്ത കുട്ടി പോകുമ്പോ ആ ഉണ്ട ചോക്ലേറ്റ് അതിന്റെ രസമൊന്നുമില്ല. ഒറിജിനൽ ചോക്ലേറ്റ് വേറെ ടേസ്റ്റ് അല്ലേ. അത് വലിയ രസമൊന്നും അതല്ല. അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ചോക്ലേറ്റ് വെറും ചോക്ലേറ്റ് മാത്രമായിട്ടുള്ളൂ. അതിന്റെ വില എത്ര? 900. ഞാനും പാവല്ല നമ്മൾ ഇങ്ങനെ മുടിപ്പിച്ചാ മടിയില്ല. പറഞ്ഞാലും വേങ്ങി തരൂല. വേഗം തന്നീന 900 സാധനം. കണ്ടില്ല ഞാൻ പറയുന്നതിൽ എന്തേലും തെറ്റുണ്ട. പിന്നെന്താ പറയാ, വേറെ നിങ്ങൾ ഭാഗ്യ ഞാൻ അങ്ങനെ വേങ്ങിച്ചാത്ത്. ലാല് സത്യം പറഞ്ഞ ഒരു കാര്യത്തിന് ഭാഗ്യം ചെയ്തട്ടെ. കാരണം എനിക്കങ്ങനെ തിന്നണം എന്നുള്ള ചിന്ത ഒന്നുമില്ല. അതുകൊണ്ട് ലാല് കഴിച്ചില്ലായി. ലാല് പുറത്ത് പോകുമ്പോ ലാല് പറയും, ലാലിന്റെ അടാവട്ടത് ഒരിക്കലും പുറത്ത് അവിടെ പിന്നീട് അറിയാം എനിക്ക് തിന്നാ എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ വേഗി തരാതിട്ടാ. കാരണം ലാലൂടെ അറിയില്ല ഒന്നും തിന്നൂല. അത് ലാലുവിന്റെ ഒരു ഐഡിയ ഇട്ടാ. അപ്പൊ നമ്മള് ഒരു സ്നേഹം നമ്മള് പറഞ്ഞ എന്ത് വേഗം അവിടെ ഈ ഓഫർ വന്ന് നമുക്ക് തീരെ പൈപ്പുണ്ടാവില്ല, ദാഹമുണ്ടാവില്ല, ഒന്നും വേണമെന്നുള്ള ചിന്ത തന്നെ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഇട്ടും അപ്പൊ അതിന് ഞാൻ വേവിച്ചതേ മാതിരി ഇപ്പൊ തിന്നാനും മടിയേക്കാരെ. പിന്നെ ഇഷ്ടം ഷവർമ്മ ഇട്ടാ. അപ്പൊ ഞാൻ ഷവർമ്മ ഒക്കെ തന്നെ ഇട്ടാ തിന്നു. വലിയ ഇഷ്ടമൊന്നുമില്ല. ഫുഡ് അതിന് ഇഷ്ടം ഇതൊക്കെ തന്നെ. ലാലുവിന് ഇഷ്ടം ഷവർമ്മ അങ്ങനൊക്കെ തന്നെ അല്ലേ. രണ്ടാൾക്കും സത്യം പറഞ്ഞ വലിയ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊന്നും ഇല്ല. അതൊക്കെ തന്നെ തട്ടിങ്ങനെ ജീവിച്ചു പോവാ, അത്രേ ഉള്ളു. അപ്പൊ ഇതിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിച്ചോണ്ടിട്ടാ. ഇവിടുന്ന് നീച്ചായാലും സ്വഭാവമാണ്. ഉറക്കം വന്ന് അങ്ങേ അറ്റെത്തിക്കുന്നു. എന്നെ കക്കാൻ വെക്കുന്നത്. ബായല്ല വർത്താനം പറയും. ലാസ്റ്റ് സത്യം പറഞ്ഞാൽ അങ്ങനെ വർത്താനം പറയാത്തൊരു ടൈപ്പാട്ടോ. ഞാൻ വന്നതിന് ഷൗലാലോ നല്ലപോലെ തൊള്ളായിരുന്നു. അത് ഇങ്ങോട്ട് ഇനിയിപ്പൊ ഇന്റെ പെരയിൽ പോയാലും അങ്ങനെ ഇങ്ങനെ മുണ്ടൊന്നുമില്ല കേട്ടോ. ഇപ്പോഴാണ് ഉമ്മാനോട് കമ്പനി നിൽക്കുന്നേട്ടാ. മറ്റേ വന്ന പലയുമ്പോ ഇങ്ങനെ ഇരിക്കും. അത്ര വലിയതൊന്നും കേട്ടോ. ആരോടും വലിയ കമ്പനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഫുള്ള് ലാലിന്റെ തിരക്കാരായാലും ശരി, എന്താ പഠിച്ചിങ്ങനെ വർത്താനം അങ്ങനെ വർത്താനൊക്കെ ചോദിച്ചാൽ ഓവറായിട്ട് ആരോട് തൊള്ളർന്ന് വർത്താനം പറയില്ല കേട്ടാ. പക്ഷെ ഞാൻ വളവളവളാന്നായിട്ട് പറയട്ടോ. എനിക്കാണെങ്കിൽ തൊള്ളർച്ചിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനത്തെ കമ്പനി ഉള്ളവർക്ക് നല്ല വർത്താനം പറയട്ടെ. എനിക്ക് വർത്താനം പറഞ്ഞ ഒരാളെ കിട്ടിയാൽ മതി. അങ്ങനെയല്ല നമുക്ക് അനുസരിച്ച് ചേരുന്നവരിക്കുമ്പോ നല്ല വർത്താനം പറഞ്ഞ കമ്പനി. അതിന്റെ കുറ്റെന്താ അങ്ങനത്തെ ഇന്നറിയുന്ന ഒരു കറിയുണ്ടാവും. ഞാൻ തള്ളിയും കൂട്ടാതെ വർത്താനം പറയുന്ന ആളാണ്. എനിക്കിഷ്ടമാണ്. കാരണം നമ്മളൊരു വൈകിനത്തെ ആൾക്കാരെ കിട്ടിയത് അങ്ങനെ തള്ളിയും കൂട്ടാതെ വർത്താനം പറയും. പക്ഷെ ലാലു അങ്ങനെയല്ല. ലാലു ഭയങ്കര സൈലന്റ് ആട്ടോ. ലാലു ഇന്നിട്ടിന്ന് തൊള്ളടുന്നല്ലാതെ പുറത്തു പോയാൽ തൊള്ള തുറക്കൂല. ഇങ്ങനെ എന്താ വർത്താനം സുഖല്ലേ അങ്ങനെ കുറച്ചൊക്കെ വർത്താനം. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് ഇതായത്. കല്യാണം കഴിഞ്ഞ ഭയങ്കര സൈലന്റ് ആയിരുന്നു. അതെന്റെ പെരക്കാരന്നെ പറയട്ടോ, എന്ത് പാവം ചെക്കരേന്ന്. പാവം ചെക്ക നമുക്കെന്താ അറിയണമെന്ന സ്വഭാവം നല്ല സ്വഭാവമൊക്കെ തന്നെ, പാവൊക്കെ തന്നെ കേട്ടാ. ചില നേരത്തെ അതല്ല അത് നീച്ചൊക്കെ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടാ. നടക്കൂല.